ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പല പാഴ്സൽസിൻ്റെ കൂടെയും നമ്മൾ വാങ്ങിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെ കിട്ടുന്നൊരു ഫോം ഷീറ്റാണിത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതെങ്ങനെ യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു സർക്കിൾ ഷേപ്പ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ഈ ഒരു സർക്കുലർ ഷേപ്പില്ല, അതൊന്ന് മെഷർ ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ നമ്മളൊരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് മെഷർ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 28 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ നമ്മളിതുപോലെയുള്ളൊരു ലെങ്തി ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മുടെ സർക്കുലർ ഷേപ്പിലുള്ള ഫോം ഷീറ്റിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ലെങ്ത്ത് വന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് വെച്ചിട്ട് ആദ്യം ഈ ഒരു സർക്കിൾ ഷേപ്പ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ 2 പീസിൻ്റെ ആവശ്യമുണ്ട്. ഇനി സെയിം കേക്ക് ബോർഡ് വെച്ചിട്ട് ഞാനവിടെ ഒരു സർക്കിൾ ഷേപ്പ് ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള സർക്കിളിൻ്റെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ ഒരു ഔട്ടർ ലൈനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊരു സീം അലവൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് ഇട്ട് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സീം അലവൻസ് വെച്ചിട്ട് വരച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി 2 പീസും നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പ് ആദ്യം ഫെയർ സൈഡ് ഫേസ് ടു ഫേസ് ആക്കി വെച്ചതിന് ശേഷം 2 പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു 3 to 4 ഇഞ്ച് ലീവ് ചെയ്തിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോം ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് ലീവ് ചെയ്തിട്ടാണ് ബാക്കി സൈഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു 1/2 ഇഞ്ചോളം സീം അലവൻസ് ലീവ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 3 ഇഞ്ച് ഒഴിച്ച് ബാക്കി ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സൈഡ് ടേൺ ചെയ്യുമ്പോൾ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഫെയർ സൈഡ് ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഫോം ഷീറ്റ് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് എല്ലാ സ്ഥലവും ഒന്ന് നിവർത്തി നീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഫോം ഷീറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലീവ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനില്ലേ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല, മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു പീസ് ഫോം ഷീറ്റ് നമുക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് സെയിം മെഷർമെൻറ്റിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ 4 സൈഡിൽ നിന്നും 1/2 ഇഞ്ചെങ്കിലും മിനിമം ഒരു 1/2 ഇഞ്ചെങ്കിലും ലീവ് ചെയ്യുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സീം അലവൻസ് പ്ലസ് അതിൻ്റെ ആ ഒരു തിക്നെസ് ഇല്ല, അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ഫോം ഷീറ്റാണ്. അപ്പോൾ അതിലെ തിക്നെസ്സിനും കൂടിയിട്ട് ആ ഒരു മെഷർമെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് വെച്ചിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസ് ഫെയർ സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഫോം ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് ചെയ്യുന്നുണ്ട്, ബാക്കി 3 സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സൈഡിലേക്ക്
കോർണർ ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൂചി ഇതുപോലെ കുത്തി പിടിച്ചതിന് ശേഷം ടേൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫൂട്ട് താഴ്ത്തിയതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ആ ഒരു കോർണറിലെ നമ്മൾ ക്രിയേറ്റ് ആയിട്ടുള്ള 2 കോർണറിൽ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു നീറ്റ് ഫിനിഷ് കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫെയർ സൈഡ് ഇതുപോലെ ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീസിലേക്കും ഫോം ഷീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള സർക്കുലർ ഷേപ്പിലുള്ള ആ ഒരു ഫോം ഷീറ്റ് ഇൻസർട്ട് ചെയ്തിട്ടുള്ള പീസില്ലേ, അതിൻ്റെ ലീവ് ചെയ്തിട്ടുള്ള പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലെങ്തി പീസിൻ്റെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ ഈ ഒരു പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. ഇനി നമ്മളിതിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഓർഗനൈസറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് നമ്മുടെ മെഷീനിൽ ആ ഒരു ഫോം ഷീറ്റ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ആ ഒരു ഫോം ഷീറ്റിൽ എത്താതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെങ്തി പീസല്ലേ, ഇതിലും വന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഒരു പിഞ്ച് നമുക്ക് ആ ഒരു ഫോം ഷീറ്റ് കഴിഞ്ഞിട്ടൊരു പിഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോം ഷീറ്റിൽ എത്താത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എൻ്റെ മെഷീനിൽ ഇപ്പോൾ കുഴപ്പമില്ല, ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഫോം ഷീറ്റിലും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റാത്ത മെഷീൻസൊക്കെ ആണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെയുള്ള ഫോം ഷീറ്റൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോർഷനാണ് കേട്ടോ, ക്ലോസ് ചെയ്തിട്ടുള്ള പോർഷനാണ്. ഈ ഒരു പോർഷനും 2 സൈഡിൽ നിന്നും നമുക്കിതുപോലെ പിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്ട്രാ ക്ലോത്ത് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ക്ലോസിങ് വരുന്ന പോർഷനില്ലേ, അതും കൂടെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സർക്കുലർ ഷേപ്പും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിലും ലീവ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോർഷനിലും ലീവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പേസ് ലീവ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോം ഷീറ്റും ക്ലോത്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മളൊരു 1/4 ഇഞ്ചിൽ കൂടുതൽ ലീവ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ആ ഒരു ഫൂട്ടില്ലേ, നമ്മുടെ മെഷീൻ്റെ ഫൂട്ട് റൺ ചെയ്യാൻ പാകത്തിനുള്ള ഒരു അലവൻസ് കൊടുത്താൽ തന്നെ മതിയാകും. അതിൻ്റെ അപ്പുറം കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ഫോം ഷീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ തോന്നേണ്ടതുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് വൃത്തികേടാവും, ആ ഒരു ജോയിൻ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നതാണ്. അപ്പോൾ പറ്റുന്നതും നമ്മൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട അലവൻസ് മാത്രം ലീവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം ടേൺ ചെയ്ത് പിടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ആ ഒരു ബേസിൽ വരുന്ന റൗണ്ട് ഷേപ്പ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടിയിട്ടാണ് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മെഷീനിൽ ഈ ഒരു ഫോം ഷീറ്റിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോം ഷീറ്റും ക്ലോത്തും അറ്റാച്ച് ചെയ്ത് വരുന്ന രീതിയിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പാറ്റേണൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെക്കായിട്ടോ ക്രോസ് ചെക്കായിട്ടൊക്കെ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ഇഞ്ച് മുകളിൽ നിന്ന് ലീവ് ചെയ്തിട്ടുള്ള പോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിതാ ബേസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലീവ് ചെയ്തിട്ടുള്ള സൈഡ് പോർഷനില്ലേ, അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസറിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ഇതുപോലെ കിടക്കുന്ന ഫോം ഷീറ്റൊക്കെ റീയൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ റെഡിയാക്കി എടുക്കാവുന്ന.
അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ നോ കോസ്റ്റിൽ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇത് യൂസിൽ വരുന്നില്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു സ്പേസിൽ സ്റ്റോർ ചെയ്യാൻ കൂടെ പറ്റുന്നതാണ്. പിന്നെ മൾട്ടി പേർപ്പസ് ആണ്, അതുപോലെ തന്നെ നമ്മൾ റെൻ്റൽ ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു ഈസി മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു ഹാൻഡിലും കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാൻഡിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു പീസ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലൊരു ഹാൻഡിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫോം ഷീറ്റൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫോം ഷീറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു 21 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനി വന്നിട്ട് നമ്മുടെ ഈ ഒരു ഓർഗനൈസറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്തിലുള്ള ഓർഗനൈസറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് ഹാഫ് ലെങ്ത്തിൽ നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടെ യൂസ്ഫുള്ളാണ് ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്ലോത്ത്സൊക്കെ ആണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അടിയിലുള്ള ക്ലോത്ത്സൊക്കെ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമുക്ക് ടോയ്സൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്, എക്സ്ട്രാ സ്റ്റഫ്സ്, അതുപോലെ ബെഡ്റൂംസിലൊക്കെ ഇതുപോലെയുള്ള ഒരു ഓർഗനൈസർ കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വിഷ്വൽ ക്ലട്ടറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓർഗനൈസർ യൂസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഇതൊക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ്. അതുപോലെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വേസ്റ്റ് ബിന്നൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിൻ ചെയ്തിട്ട് ഇവിടെ അറ്റാച്ചും കൂടെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞാനവിടെ ലീവ് ചെയ്തിട്ടുള്ളത് 2.5 ആണ്. 2.5 2.4 ആ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ലീവ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് രണ്ട് സൈഡിലും ഈക്വലൈസ് ചെയ്ത് ലീവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ഇൻ പ്ലേസേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ പിൻ ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ലോങ് സ്റ്റിച്ച് ഹാൻഡിലിൻ്റെ രണ്ട് ഭാഗത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ടോയ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരു ലോണ്ടറി ബാസ്ക്കറ്റൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വരുന്നൊരു പ്രോബ്ലമാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ചുരിദാറൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഫുള്ള് ക്ലട്ടറായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയൊരു ഓർഗനൈസർ എപ്പോഴും വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ബാസ്ക്കറ്റൊക്കെ എപ്പോഴും അടുത്ത് വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഓർഗനൈസർ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.